അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. ആക്ച്വലി എനിക്ക് ഡെയിലി വ്ളോഗൊന്നും എടുത്ത് പരിചയമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം രാവിലെ ഫസ്റ്റ് എണീച്ചിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീവി ഒന്ന് റെഡിയായി രാവിലത്തെ പരിപാടിയിലൊക്കെ കിടക്കും. സാധാരണ രാവിലെ ചെയ്യാൻ ഒരു ചായ കുടിക്കും. ആദ്യമേ വെള്ളം കുടിക്കും, എന്നിട്ടൊരു ചായ കുടിക്കും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവും. ഇന്നിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡായിരുന്നു. ബ്രെഡ് പൊരിച്ച് അതൊരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് ആണ് ഇന്ന് കഴിച്ചത്. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഒന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സമയമൊക്കെ പോയി. അതിനുശേഷം ഞാൻ കുട്ടീനെ ഉറക്കാനായിട്ട് വന്നു. ഏറ്റവും ചെറിയ ആളാണ്. ആൾക്ക് 1.5 വയസ്സുണ്ട് ഇപ്പോൾ. 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. 1 വയസ്സും ഒരു 1 മന്തോടെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ആൾ ഈ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് ഉറക്കാനായിട്ട് നോക്കും. കുറേ സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ നടന്ന് നോക്കുന്നുണ്ട് ഉറക്കാനായിട്ട്. പക്ഷെ ആൾ ഉറങ്ങുന്നില്ല കേട്ടോ. അതിനുശേഷം ഞാൻ വന്ന് ഇരുന്നൊക്കെ ആട്ടി നോക്കി. അങ്ങനെയൊക്കെയാണ് ആൾ അവസാനം ഒരു വിധത്തിൽ അങ്ങ് ഉറങ്ങിയെന്ന് പറയാം. എണീച്ച് നിന്ന് ആട്ടി മടുത്തപ്പോൾ പിന്നെ ഇരുന്ന് ആട്ടാനായിട്ട് തുടങ്ങി. ആളവിടെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഉറങ്ങാനുള്ള മൂഡൊന്നുമില്ല. പിന്നെ നിർബന്ധിച്ചാണ് ഉറക്കുക. ആൾ ഉറങ്ങിയെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ രാവിലത്തെ പണികളൊക്കെ നടക്കുകയുള്ളൂ. ഫുഡ് ഉണ്ടാക്കൽ ഒക്കെ നടക്കുകയുള്ളൂ. മറ്റ് മൂത്ത ആളും ചെറിയ ആളും കൊണ്ട് അവിടെ TV ഒക്കെ കണ്ടിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് വരും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫുള്ള് വാവ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കഥയൊക്കെ അടച്ച് ഞാൻ കിച്ചണിലോട്ട് പോവുക. അപ്പോൾ അവരവിടെ കളിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ TV എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഒന്നാമത് ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് വീട്ടിൽ നല്ല ബഹളമാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഉറക്കാനൊക്കെ ആയിട്ട് കുറേ സമയം ശ്രമിക്കുമല്ലോ. ചില കുട്ടികൾ പെട്ടെന്ന് ഉറങ്ങും. ഇവളാണെങ്കിൽ രാവിലെയൊക്കെ ആൾക്ക് ഉറങ്ങാൻ തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് മൂത്ത കുട്ടികളുള്ളതുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കും. പിന്നെ ഇങ്ങനെ ഒരു വിധത്തിൽ ഉറങ്ങി ഒന്ന് കണ്ണടയ്ക്കും, ഒന്ന് കൊണ്ട് കിടത്താൻ ഒരുങ്ങുമ്പോൾ വീണ്ടും അവൾ കണ്ണുറക്കും. അങ്ങനെ ഞാൻ പെട്ടു. അങ്ങനെ അവസാനം ഒരു വിധത്തിൽ ഉറങ്ങി രക്ഷപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സൈഡിൽ തലയണയൊക്കെ എടുത്ത് വെച്ച് ആളെ ഒന്ന് സെറ്റാക്കി കിടത്തിയിട്ട് ഇനിയിപ്പോൾ കർട്ടനൊക്കെ നീക്കിയിട്ട് ഇരുട്ട് അറ്റ്മോസ്ഫിയർ ആക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം 11:30 ഇവിടെ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചോറ് മുതൽ കറി വരെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് ഇവിടെ കുക്കറിലാണ് വെക്കുന്നത്. സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഞാൻ വീണ്ടും വന്ന് നോക്കി. സമയം 12 മണിയായിട്ടുണ്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് TV ഒക്കെ കാണുന്നു. ഇടയ്ക്ക് ആൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളുള്ളപ്പോൾ വീട് നല്ല മെസ്സായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരി ഇങ്ങനെ ഇടും. അപ്പോൾ അതിന് ശേഷം ഞാൻ മെഴുക്കുവരട്ടിക്കുള്ളതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇന്നത്തെ മെഴുക്കുവരട്ടി. അതിപ്പോൾ അടുപ്പിൽ ഇങ്ങനെ കിടന്ന് വാടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും, മെഴുക്കുവരട്ടി ആക്കും. അതിനുശേഷം ഒരു മോര് കാച്ചണം എന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടികൾ. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക ആണ് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നടുവിൽ കീറിയിട്ട് അതിൻ്റെ കൂടെ സവോള, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ടാണ് എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ പൊടികളായിട്ട് ചേർക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ വിട്ട് ആ വഴുവഴുക്കലൊന്ന് മാറി വിട്ട് വരുന്ന പരുവമാകുമ്പോഴാണ് എടുക്കുന്നത്. ഇവിടെ ഏട്ടായിക്കാണെങ്കിൽ ഒരുപാട് അങ്ങ് മൂത്ത് പോകുന്നത് ഇഷ്ടമല്ല. അപ്പം ഒന്ന് വാട്ടി എടുക്കുകയുള്ളൂ സാധാരണ. അപ്പോൾ മോര് കറിയായി കാച്ചി. അപ്പോൾ ഇന്ന് അതിനിടയ്ക്ക് ഞാൻ വീണ്ടും വന്ന് നോക്കി. അപ്പോൾ ഇതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് സാമ്പാറും മോരും മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിനുശേഷം എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ഒതുക്കി ഞാൻ കുട്ടികളോട് വന്നിരുന്ന് കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു സമയം സാധാരണ കഴുകിയതാ. കൊള്ളാം. ഹായ് പറ. ഹായ്.
അങ്ങനെ നിങ്ങൾ പണിയെല്ലാം കഴിഞ്ഞു, ഇങ്ങനെ ഇരിക്കുകയാണ്, പപ്പായെ വെയിറ്റ് ചെയ്യാണ് അല്ലേ? എന്നിട്ട് കളിക്കുക. പപ്പ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. അതെ 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 അതെ. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ വരെ നമ്മുടെ ഡേ ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കുട്ടികളൊക്കെ ഒന്ന് ഉറക്കി. ചിലപ്പോൾ അവർ ഉറങ്ങും, ചിലപ്പോൾ അവർ ഉറങ്ങത്തില്ല. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് വിളിക്കും. ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും 4 മണിയാകുമ്പോഴത്തേക്ക് വിളിക്കും. അപ്പം 4 മണിയാകുമ്പോൾ എണീക്കും, ചായയൊക്കെ കുടിക്കും, എന്നിട്ട് കളിക്കാനൊക്കെ പോകും. ഇതൊക്കെയാണ് ഒരു ഡേയിൽ സാധാരണ നടക്കാറുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇന്ന് കഴിക്കും. അതെ. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി, കുട്ടികളൊക്കെ ആയിട്ട്. ഇവിടെ നടക്കാനൊക്കെ പോകാൻ നല്ല രസം, നല്ലൊരു കാലാവസ്ഥയും എപ്പോഴും തണുപ്പും. പിന്നെ പുറത്തിറങ്ങുമ്പം ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ ഇറങ്ങാറുള്ളൂ, അല്ലാണ്ട് പറ്റത്തില്ല. കുട്ടികൾക്കൊക്കെ അതെന്തായാലും നമ്മൾ സോക്സും ഷൂസും ഒക്കെ ഇട്ട് കൊടുക്കണം. ജാക്കറ്റും ഒക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഈ നാഷണൽ പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിനടുത്തുള്ള താമസിക്കുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലെ ഹാളിലൊക്കെ ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ മൃഗങ്ങളൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. അവിടെ മാൻ വരാറുണ്ട്, ഒരിക്കലും എന്തോ ലയണസിനെയൊക്കെ കണ്ടവരുണ്ട്. അങ്ങനെ മാനിനെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ നിന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.